ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. അപ്പൊ ഗൈസ്, ഞാൻ കരഞ്ഞു മെഴുകിയ വീഡിയോ കണ്ടിട്ട് ആൾക്കാർക്ക് ഇപ്പം എനിക്ക് മെസ്സേജ് അയക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഇൻബോക്സിലൊക്കെ വന്ന് പറയുക ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. അറിയാം, അപ്പൊ നിനക്കറിയാം. അപ്പൊ അതിനെപ്പറ്റി ഞാൻ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ആക്ച്വലി ഞാൻ ഒരു 2 ആഴ്ച മുന്നേ കൊടുത്ത ഇന്റർവ്യൂ ആണ്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് കുറച്ച് ഒരു 2-3 ആഴ്ചയായിട്ട് ഒരു സ്ഥലകാല ബോധമില്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്തൊക്കെയാ ചെയ്യുന്നു, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. എന്തൊക്കെയോ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ ബോധമില്ല. എവിടേക്കോ പോകുന്നു, ഫുൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നു. എന്നിട്ട് അങ്ങനെ ഫുള്ള് കിളി പോയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഈ കിളി പോയതിന്റെ പ്രൈമറി സ്റ്റേജിലാണ് ഞാൻ കരഞ്ഞത്. അതാ നിന്റെ വിഷമം അല്ല, തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഒരാഴ്ച മുന്നേ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ്, ഒരുപാട് ഹീറ്റ് ഒക്കെ എനിക്കെതിരെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? പിന്നെ നാട്ടുകാരെല്ലാം കൂടെ എന്നെ തെളിഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞ പോയി ചാവാനൊക്കെ തോന്നുന്നു. പോയി ചാവാത്തത് ഞാൻ ചത്തിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ നാളെ വരുന്ന പെൺപിള്ളേര്, ഈ ഓപ്പൺ ആയിട്ട് പറയുന്ന പെൺപിള്ളേര്, അവർക്ക് ഞാൻ എന്ത് മെസ്സേജ് എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. ഞാനൊക്കെ ഫൈറ്റ് ചെയ്ത് നിന്നു. ഇവിടെ ടാബുമായിട്ടുള്ള പല വിഷയങ്ങളെ പറ്റി സംസാരിച്ചു. അതിന്റെ പേരിൽ ഒത്തിരി കേട്ടു. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? നൈസായിട്ടങ്ങ് സ്ലിപ്പ്. ഞാൻ കരഞ്ഞു മെഴുകി. ഓക്കെ, ഞാൻ നിർത്തുവൊന്നുമില്ല, ഞാൻ ഇനിയും പറയും. ആവുകയാണെങ്കിൽ ആൾക്കാർ അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? കരഞ്ഞതേ ഇവർക്കൊരു വിന്നാണ്. ഓക്കെ, വാട്ട് അവർ ഇറ്റ് ഈസ് വിൻ. അവർ സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നും. അത് സാരമില്ല, അത് കിട്ടും.